താന്നിപ്പുഴ പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. ഞായറാഴ്ച രാവിലെ ഫാദർ ആന്റണി മാങ്കുറിയലിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ദിവ്യബലി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജേക്കബ് കൂനത്താൻ RCJ നേതൃത്വം വഹിച്ചു. താന്നിപ്പുഴ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം. തിരുനാൾ ദിനമായ ഞായറാഴ്ച നൂറുകണക്കിന് വിശ്വാസികൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയതോടെ പള്ളി അങ്കണം ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഫാദർ ആന്റണി മാങ്കുറിയലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജേക്കബ് കൂനത്താൻ RCJ നേതൃത്വം നൽകി. ഫാദർ ബിജു പെരുമായൻ പ്രഭാഷണം നടത്തി. തുടർന്ന് പ്രദക്ഷിണം, ഗാനമേള എന്നിവ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച മരിച്ചവരുടെ ഓർമ്മ ദിനത്തിൽ ദിവ്യബലി, സെമിത്തേരി സന്ദർശനം എന്നിവയും നടന്നു. ഇടവക വികാരി ഫാദർ ജോസ് തോട്ടക്കര, കൺവീനർ MJ ജോൺസൺ മാണിക്കത്താൻ, ജോയിന്റ് കൺവീനർ ഡെന്നി പൊട്ടോളി, പ്രസിഡന്റുമാരായ ഇടത്തനാലി അലക്സ് വർഗീസ്, ആൽവിൻ വർഗീസ്, അനുമറിയം വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരുനാൾ ആഘോഷ പരിപാടികൾ. ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാനമേളയാണ് വൈകുന്നേരമുള്ളത്. പൊതുവെ ഗാനമേളയെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്കും എല്ലാവർക്കും ഉള്ള ഒരു ആശങ്ക, ഒരു നല്ല തിരുനാൾ നടത്തിയിട്ട് വൈകുന്നേരം ഒരു ഗാനമേള, എന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, എല്ലാവർക്കും ഉള്ളൊരു ആശങ്കയും ആകുലതയുമാണ്. അപ്പം നമ്മൾ ഇവിടെ ഗാനമേള നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിനൊരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം കമ്മിറ്റിയുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അവരൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ പോലും മറ്റ് വോളണ്ടിയേഴ്സ് ഉണ്ടാകും, വോളണ്ടിയേഴ്സ് ബാച്ച് ധരിച്ച് അവിടെ ഉണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മളൊരു ഗാനമേള നടത്തുമ്പോൾ പാടുമ്പോൾ ചിലർക്ക് ഡാൻസ് കളിക്കണമെന്ന് തോന്നും. പക്ഷെ പലരും ഇത് നന്നായിട്ട് സ്വസ്ഥമായിട്ട് കണ്ട് ആസ്വദിച്ച് പോകും. മീഡിയ സിറ്റി പെരുമ്പാവൂർ.